Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ആൾജിബ്രയിലെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വെക്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതെല്ലാം ഈ ടോപ്പിക്സ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ ലെറ്റ് us start. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് നോക്കാം. അതായത് ഒരു വെക്റ്റർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ സ്കേലാർ ആൻഡ് വെക്റ്റർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഹാവിംഗ് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെ, ഡയറക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഒരു സ്പെസിഫിക് ഡയറക്ഷനും പിന്നെ പ്ലസ് മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് സ്പെസിഫൈ ചെയ്യുക. That is, it is represented by a directed line segment whose length represents the magnitude. അതായത് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആണ്, ഒരു ലൈൻ സെഗ്മെന്റ് ആയിരിക്കും, അതിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാവും. പിന്നെ ആ വെക്റ്റർ, അതായത് ആ ഒരു ലൈൻ സെഗ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ. മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ല, ആ ലൈൻ സെഗ്മെന്റ് ഡയറക്ഷൻ ആണ് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് എന്താന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്റ്റർ, അതായത് ജനറൽ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്റ്റർ എ ഇസ് റെപ്രസെന്റഡ് ആസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി. ഇപ്പൊ നമ്മൾ മോഡുലസ് ഒക്കെ പറയുന്ന പോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക വെക്റ്റർ ഫോമിൽ. ദെൻ എ ഇസ് ദ ലെങ്ത് ഓഫ് ദ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് എ ബി. ഇപ്പൊ നമ്മൾ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് എ ബി പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ മോഡുലസ് വാല്യൂ പോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. നെക്സ്റ്റ് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ അതായത് ഒ പി എന്ന് പറയുന്ന ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് ഹാവിംഗ് ഒ ആൻഡ് പി ആസ് ഇറ്റ്സ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ്. ഇപ്പോൾ ഒ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും പിന്നെ പി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റും ആണെങ്കിൽ ഈ ഒ പി എന്ന് പറയുന്ന വെക്റ്റർ, ഓക്കെ, അപ്പോൾ ഒ പി എന്ന് പറയുന്ന വെക്റ്റർ ഇതിന്റെ ഇപ്പൊ ഈ പറയുന്ന ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഒ പി അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ സപ്പോസ് ഒ പി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. ഇറ്റ് ക്യാൻ ബി എ ബി എനി അതർ നൊട്ടേഷൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഒ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും പി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ ഒ പി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻ. ഡയറക്ഷൻ കൊസൈൻ നമ്മളിപ്പോൾ ഓൾറെഡി ഇതുപോലെ ലൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ ആംഗിൾസ്, ഡയറക്ഷൻ റേഷ്യോസ് അതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സോ ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ മെയ്ഡ് ബൈ ദ വെക്ടർ ആർ വിത്ത് പോസിറ്റീവ് ആക്സസ് എക്സ് വൈ സെഡ്. അതാണ് ഈ ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ആർ എന്ന് പറയുന്ന വെക്ടർ, ഓക്കെ, അപ്പൊ ആർ എന്ന് പറയുന്ന വെക്ടർ പോസിറ്റീവ് എക്സ് വൈ സെഡ് ആക്സസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഉണ്ടാവില്ലേ, ആൽഫ ബീറ്റ ഗാമ, അതിനെയാണ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ് അതിനാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ക്ലിയർ ആയല്ലോ? അതിനെയാണ് ഡയറക്ഷൻ കൊസൈൻസ്. അത് ജനറലി നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? സ്മോൾ ലെറ്റർ എൽ എം എൻ. ഓക്കെ, ഇപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, അത് നമുക്ക് MCQ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. നമുക്ക് വെക്ടേഴ്സിന്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സീറോ ഓർ നൾ വെക്ടർ. അപ്പൊ നമുക്കറിയാം സീറോ നൾ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മൾ വെക്ടർ ഒ പി എന്താണെന്ന് പറഞ്ഞു, ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ് ഉള്ളത്. അപ്പൊ അത് സീറോ ആവുന്നത് എപ്പോഴായിരിക്കും? ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ സെയിം പോയിന്റ്സ് തന്നെ, ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അതിനെയാണ് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ എ വെക്ടർ, അതായത് വെക്ടർ എ എ, വെക്ടർ ബി ബി. അപ്പൊ അത് ക്ലിയർ ആണ്, അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. സെയിം പോയിന്റ് തന്നെയാണ് ഇനീഷ്യലും ടെർമിനലും. നെക്സ്റ്റ് യൂണിറ്റ് വെക്ടർ. ആ പേരിൽ തന്നെ ഉണ്ട് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയിരിക്കും, വാല്യൂ 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കോ ഇനീഷ്യൽ വെക്ടർ. കോ ഇനീഷ്യൽ വെക്ടർ എന്താണ്? ടു വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. ക്ലിയർ ആയല്ലോ? രണ്ട് വെക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ആ രണ്ട് വെക്ടേഴ്സിനും ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിനാണ് കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊളീനിയർ വെക്ടേഴ്സ്. Collinear vectors എന്ന് പറഞ്ഞാൽ two or more vectors are collinear if they are parallel to the same line irrespective of their magnitude and directions. അതായത് ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സ് അവർ കൊളീനിയർ ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയാ? ഒരേ ലൈന്, സെയിം ലൈന് പാരലൽ ആയിരിക്കുമ്പോൾ. ഓക്കെ, പക്ഷേ ഈ പറയുന്ന വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അവിടെ കൺസേൺ അല്ല. എന്താണെങ്കിലും പാരലൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് കൊളീനിയർ വെക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ രണ്ട് വെക്ടർ എയും ബിയും ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബോത്ത് ഈക്വൽ ആണെങ്കിൽ അതിനെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയും.
നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്താ? A vector whose magnitude is same as that of vector AB but direction is opposite to that of it. ക്ലിയർ ആയല്ലോ? നെഗറ്റീവ് ഓഫ് ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബി എ വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി. ക്ലിയർ ആയല്ലോ? അതായത് വെക്ടർ ബി എ will be equal to minus of vector AB. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അതായത് രണ്ട് വെക്ടേഴ്സ് എ ബിയും ബി എ, ആ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, രണ്ട് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ഒരു വെക്ടർ എ ബി ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പൊ എന്താ? ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ബി എ എന്തായിരിക്കും? അതായത് എ ബിയുടെ ഓപ്പോസിറ്റ് ബി എ അല്ലെ? സോ അതിന്റെ ഡയറക്ഷൻ എന്ത്? മൈനസ് ഓഫ് എ ബി ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നെക്സ്റ്റ്, അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അതായത് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ബേസിക്കലി രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ, അതർ വൺ പാരലലോഗ്രാം ലോ ഓഫ് അഡീഷൻ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ നോക്കാം. അതായത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ഒ എ, ലെറ്റ് ഇറ്റ് ബി എ. ഈ എ ബി എന്നൊക്കെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ പൊസിഷൻ വെക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഗിവൺ വെക്ടേഴ്സ് ഒ എ ഇസ് ഈക്വൽ ടു എ ആൻഡ് എ ബി ഇസ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ their sum will be OB. ക്ലിയർ ആയല്ലോ? ഒ എ എയും പിന്നെ എ ബി ബി ആണെങ്കിൽ അവരുടെ ഈ രണ്ടെണ്ണത്തിന്റെ സം എന്തായിരിക്കും? OB ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നമ്മളിപ്പോൾ ബേസിക്കലി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സം ഓഫ് ടു സൈഡ്സ് എന്തായിരിക്കും? തേർഡ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് അതിന് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ട്രയാങ്കിൾ ലോ നമുക്കറിയാം, സം ഓഫ് ടു സൈഡ്സ് ഈക്വൽ ടു തേർഡ് സൈഡ് ആണ്. അതേപോലെ വെക്ടേഴ്സിലും ആഡ് ചെയ്യുമ്പോൾ ഈ ലോ ആപ്ലിക്കബിൾ ആണ്. അതായത് OB will be equal to OA plus AB. That is OA A ആണ്, പിന്നെ AB എന്ന് പറയുന്നത് B ആണ്. So A plus B. Next, parallelogram law of addition. If OABC is a parallelogram, then sum of OA and OC എന്ന് പറയുന്നത് എന്താ? OB ആണ്. അതായത് again പാരലലോഗ്രത്തിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ എന്താ? സം ഓഫ് ടു അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. അതായത് സം ഓഫ് ടു അഡ്ജസന്റ് സൈഡ്സ് ആണ് പറയുന്നത്. ഒരു പാരലോഗ്രത്തിന്റെ അഡ്ജസന്റ് സൈഡ്സ്, രണ്ട് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഡയഗണൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഒരു പാരലലോഗ്രത്തിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സിന്റെ സം, നമ്മൾ സം എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡയഗണലിന്റെ ഈക്വൽ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒ എ ആൻഡ് എ ബി രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം എന്തായിരിക്കും? OB, അതായത് ഡയഗണൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ നമുക്കറിയാം ബേസിക്കലി എപ്പോഴും നമ്മൾ മാത്സിൽ ഇതുപോലെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് പറയാറുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെ? ആ മൂന്നെണ്ണം തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ മതി. A plus B is equal to B plus A. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഓർഡർ ചേഞ്ച് ചെയ്താലും അഡീഷനിൽ പ്രശ്നമില്ല. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പിംഗ്, അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ A plus B ആഡ് ചെയ്തിട്ട് C ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് A plus B എന്ന് പറഞ്ഞാലും അത് വെക്ടേഴ്സ് ആണ് കേട്ടോ. വെക്ടർ A plus വെക്ടർ B. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. വെക്ടർ A plus വെക്ടർ B plus C is equal to എന്താ? വെക്ടർ A plus വെക്ടർ B plus C. അപ്പൊ അങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. നെക്സ്റ്റ്, അഡിറ്റീവ് ഐഡന്റിറ്റി വെക്ടേഴ്സിന്റെ കേസിൽ എന്താ? 0 ആണ്. കാരണം A plus 0 ചെയ്ത് കഴിഞ്ഞാലും 0 plus A ചെയ്താലും നമുക്ക് സെയിം വിത്തൗട്ട് എനി ചേഞ്ച് A തന്നെയാണ് കിട്ടുക. സോ 0 ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. നെക്സ്റ്റ്, നമ്മൾ ഈ ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് ഇഫ് K സ്കേലാർ ക്വാണ്ടിറ്റി, K എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഹാവിംഗ് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഒന്നുമില്ല. ഇനി വെക്ടർ A എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. K എന്ന് പറയുന്നത് സ്കേലാറും വെക്ടർ A എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് KA നമുക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനെ മോഡുലസ് വാല്യൂ ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് KA എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് K into മാഗ്നിറ്റ്യൂഡ് ഓഫ് A. ഓക്കെ, അതായത് K എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്കേലാർ വാല്യൂ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ മോഡുലസ് ഓഫ് K into മോഡുലസ് ഓഫ് A ആൻഡ് ഹൂസ് ഡയറക്ഷൻ ഇസ്. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡും മനസ്സിലായി. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് KA എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് K into മാഗ്നിറ്റ്യൂഡ് ഓഫ് A. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പൊ ജസ്റ്റ് ആ സ്കേലാറിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ എയുടെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. അങ്ങനെയാണ് ഡയറക്ഷൻ എങ്ങനെയാ മെൻഷൻ ചെയ്യാം?
it will be same as A if k greater than 0. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ എന്ന് പറയുന്ന വെക്ടറുടെ അതേ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോസ് കെ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താവും, ഡയറക്ഷൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി കെ ലെസ് ദാൻ 0 ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എ. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഓപ്പോസിറ്റ് ഓഫ് എ ആയിരിക്കും, എയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ലെറ്റ് എ ആൻഡ് ബി എനി ടു വെക്ടേഴ്സ് ആൻഡ് കെ ആൻഡ് എം ബി എനി സ്കേലാർസ്. എയും ബിയും രണ്ട് വെക്ടേഴ്സും കെയും എമ്മും രണ്ട് സ്കേലാർസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു എ പ്ലസ് എം ഇൻറ്റു എ വിൽ ബി കെ പ്ലസ് എം ഇൻറ്റു എ. ക്ലിയർ ആയല്ലോ, ആ സ്കേലാർ വാല്യൂസ് ആഡ് ചെയ്തിട്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് കെ ഇൻറ്റു എ പ്ലസ് ബി വിൽ ബി, നമുക്ക് കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, കെ എ പ്ലസ് കെ ബി. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ദി വെക്ടേഴ്സ്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് എ വെക്ടർ നോക്കാം. അതായത് കമ്പോണൻസ് ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡയമെൻഷൻസിലും 3 ഡയമെൻഷൻസിലും മെൻഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ 2 ഡയമെൻഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു പി, കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് പി, അത് നമ്മൾ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ് വൈ പ്ലെയിൻ കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെക്ടർ ഒ പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എക്സ് ഇൻറ്റു ഐ പ്ലസ് വൈ ഇൻറ്റു ജെ. കാരണം ഇപ്പൊ ഐയും ജെയും എന്താണ്, ഈ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഐയും ജെ ആണ് എക്സ് ആൻഡ് വൈക്ക് കറസ്പോണ്ടിങ് 2 ഡയമെൻഷനിൽ വരിക. അതേപോലെ ഐ ജെ കെ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിൽ വരിക 3 ഡയമെൻഷനിൽ. കാരണം എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ്സും വരും അല്ലെ. അപ്പൊ അത് 3 ഡയമെൻഷനൽ ആണ്. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ്, ഇപ്പൊ പറഞ്ഞ എക്സ് വൈ സെഡ് ഇല്ലേ, ആ ആക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഈ ഐ ജെ കെ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒ പി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരാം. സോ 2 ഡയമെൻഷണൽ കേസിൽ നമ്മളിപ്പോൾ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം എക്സ് വൈ പ്ലെയിനിൽ. അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആണ്, ഇത് ഐ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജി, എക്സും വൈയും കറസ്പോണ്ടിങ് വാല്യൂസ് ആണ്, കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഒ പി എന്ന് പറയുന്ന വെക്ടറിനെ നമുക്കിപ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഐ ജെ ടേംസ് അല്ലേ, അതിന്റെ കോഎഫിഷ്യൻസ് അല്ലേ, അതായത് കോർഡിനേറ്റ്സ്, അത് നമ്മൾ സ്ക്വയർ ആഡ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് 2 ഡയമെൻഷൻസിൽ വരാം. നെക്സ്റ്റ് നമ്മൾ 3 ഡയമെൻഷൻസിന്റെ കോൺസെപ്റ്റിൽ എങ്ങനെ വരാം, the position vector of A with respect to O is represented by OA. അതായത് R ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൊസിഷൻ വെക്ടർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് വൈ സെഡും വരും അല്ലെ, 3 ഡയമെൻഷനൽ അല്ലേ. അപ്പൊ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ, ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് എ എന്ന് പറയുന്നത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് ഒ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ലെങ്ത് ഓഫ് എനി വെക്ടർ ആർ, നിങ്ങൾക്കിപ്പോൾ ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ പോയിന്റ് ആണ് എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ സെഡ്. അപ്പൊ എക്സ് വൈ സെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അതായത് എക്സ് ഐ then yj പിന്നെ zk. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഒയിൽ നിന്ന്, ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺസേൺഡ് ആയിട്ടുള്ള വെക്ടർ, അപ്പോൾ അതാണ് നമ്മൾ ആർ എന്ന് പറഞ്ഞ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. ഒ മുതൽ എ വരെ നമ്മൾ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടർ ആർ ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് ആർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പൊസിഷൻ വെക്ടർ ആർ എന്തായിരിക്കും, ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള പോയിന്റ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അപ്പോൾ അതിന്റെ മോഡുലസ് വാല്യൂവിൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. 2 ഡയമെൻഷനൽ ആണെങ്കിൽ സെഡ് എന്നുള്ള കോൺസെപ്റ്റ് വരില്ല, ഇവിടെ സെഡും കൂടി കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന വെക്ടറിന്റെ കോൺസെപ്റ്റ് നോക്കാം. ഇഫ് P1 ദാറ്റ് ഇസ് x1 y1 z1, P1 എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആണ് x1 y1 z1, അതുപോലെ P2 എന്ന് പറയുന്നത് x2 y2 z2 ആർ എനി 2 പോയിന്റ്സ്, then vector joining P1 and P2 is vector P1 P2. ക്ലിയർ ആയല്ലോ. P1 ഉം P2 ഉം ഏതെങ്കിലും 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടർ P1നെയും P2നെയും ജോയിൻ ചെയ്യുന്ന ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വെക്ടർ P1 P2. ഇനി വെക്ടർ P1 P2നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, OP2 മൈനസ് OP1. ഈ O എന്ന് പറയുന്നത് നമ്മൾ ആ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ P1 P2 വെക്ടർ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, OP2 മൈനസ് OP1.
ക്ലിയർ ആയോ? ഇനി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എങ്ങനെ കാണാം? POP2 മൈനസ് OP1 എന്ന് പറയുന്നത് എന്താ? കറസ്പോണ്ടിങ് ടേംസ്, അതായത് P2ന്റെ കോർഡിനേറ്റ്സ് ദെൻ നമ്മൾ P1ന്റെ കോർഡിനേറ്റ്സ്, അങ്ങനെ ഡിഫറൻസ് ആണ്. സോ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ, ഇതിന്റെ ഹോൾ സ്ക്വയർ റൂട്ട്. ക്ലിയർ ആയാലും ആ ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് P1 P2 എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് വെക്ടേഴ്സിൽ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കാം. അതായത് നമ്മൾ ഇത് അഗെയിൻ ലൈൻസിന്റെ കോൺസെപ്റ്റിലും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെക്ടേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ ഇന്റേണൽ ഡിവിഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്, പിന്നെ മിഡ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണൽ ഡിവിഷൻ നമുക്ക് നോക്കാം. അതായത് വെൻ ആർ ഡിവൈഡ്സ് പി ക്യു, ഇപ്പൊ ആർ എന്ന് പറയുന്നത് പി ക്യു എന്ന് പറയുന്ന വെക്ടറിനെ ഇന്റേണലി ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി ആർ ഇസ് ടു ക്യു ആർ എങ്ങനെയാണ്? എം എസ് ടു എൻ, ഇങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. ഇന്റേണൽ ഡിവിഷൻ ആണ്. സോ ആർ എന്ന് പറയുന്നത് നമ്മൾ പി ക്യു വെക്ടറിനെ ഇന്റേണലി ഡിവൈഡ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ്? എം എസ് ടു എൻ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ആർ എന്താ? ആർ ഇസ് ഈക്വൽ ടു, ഇതാണ് ഡിനോട്ട് ചെയ്യുന്നത്, ആറിന്റെ പൊസിഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ബി പ്ലസ് എൻ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. എം ഇൻറ്റു ബി പ്ലസ് എൻ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. ഇതെന്ന് പറയുന്നത് ഇന്റേണൽ ഡിവിഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഡിവിഷനിൽ എങ്ങനെ വരിക? വെൻ ആർ ഡിവൈഡ്സ് പി ക്യു എക്സ്റ്റേണലി സച്ച് ദാറ്റ് പി ആർ എസ് ടു ക്യു ആർ എന്താണ്? എം എസ് ടു എൻ തന്നെയാണ്. ദെൻ പൊസിഷൻ വെക്ടർ ഓഫ് ആർ എന്തായിരിക്കും? ഇവിടെ ഡിഫറൻസ് എന്താ വരിക? എക്സ്റ്റേണൽ ഡിവിഷൻ ആണ്. സോ ഡിഫറൻസ് ആണ് വരിക. അതായത് എം ബി മൈനസ് എൻ എ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. എം ബി മൈനസ് എൻ എ ഡിവൈഡ് ബൈ എം മൈനസ് എൻ. ഇനിയിപ്പോ മിഡ് പോയിന്റ് ആണ് ഡിവിഷൻ നടക്കുന്നത്. അതായത് ആർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് പി ക്യു, വെക്ടർ പി ക്യു. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും എന്തായിരിക്കും? സെയിം ആയിരിക്കും, കാരണം മിഡിൽ വാല്യൂ അല്ല. ഇപ്പൊ എം ഇസ് ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ആർ എന്താ? എ പ്ലസ് ബി ബൈ ടു. അത്രേ ഉള്ളൂ, എ പ്ലസ് ബി ബൈ ടു. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് 1:1 റേഷ്യോ എന്നുള്ള കോൺസെപ്റ്റിലും നോക്കാം. സോ 1 ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു ബി ഡിവൈഡ് ബൈ 1 പ്ലസ് 1 അല്ലെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ഫോർമുലയിലും നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ളൂ. സോ ആർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു. ഇതാണ് മിഡ് പോയിന്റിൽ നമുക്ക് ഡിവിഷൻ വരികയാണെങ്കിൽ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.